ഏഞ്ചൽ ചുഴലിക്കാറ്റിന് പിന്നാലെ ചെന്നൈയിലെ മഴക്കെടുതിയിൽ 4 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കടലൂർ, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഇപ്പോഴും തുടരുകയാണ്. മണിക്കൂറിൽ 85 കിലോമീറ്റർ വേഗതയിലാണ് പലയിടങ്ങളിലും കാറ്റ് വീശുന്നത്. ചെന്നൈയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. അതേസമയം ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. ഇന്നലെ രാത്രി 11 മണിയോടെ പൂർണ്ണമായും ഈ ഫേഞ്ചൽ കരയിൽ പ്രവേശിച്ചു. എ.പി. നദീറ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എ.പി. നദീറ, വെരി ഗുഡ് മോർണിംഗ്. പ്രതീക്ഷിച്ചതുപോലെ വലിയ ആഘാതമുണ്ടാക്കിയില്ലെങ്കിലും കനത്ത മഴയുണ്ടാക്കി ഫേഞ്ചൽ എന്നാണ് മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും ഈ ചെന്നൈ തീരം വിട്ടോ ഫേഞ്ചൽ? ഇപ്പോൾ ആന്ധ്രയുടെ തീരത്തേക്ക് കടന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. കനത്ത മഴ കേരളത്തിലടക്കം ഇന്നും നാളെയും ഒക്കെ പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അവസ്ഥ എ.പി. നദീറ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. മഴ നന്നായി പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെപ്പോഴും ചെന്നൈയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാറ്. ചെന്നൈയിൽ മഴ ഇപ്പോൾ അധികമില്ല, മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ ഈ ഫേഞ്ചൽ ചുഴലിക്കാറ്റ് കട തൊട്ട പുതുച്ചേരി മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. മഴയ്ക്കൊപ്പം തന്നെ നല്ല കാറ്റും വീശുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടെ ആരംഭിച്ച കാറ്റും മഴയാണ്. ഇതുവരെ അതിന് ശമനമുണ്ടായിട്ടില്ല. ഇപ്പോഴും കാറ്റ് വീശുന്നു. കാറ്റ് 85 km/h വരെ വീശാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് അവിടെ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. ആളുകളോട് പുറത്തിറങ്ങരുത് എന്ന് തന്നെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ഒരുവിധം അടങ്ങുന്നത് വരെ പുറത്തിറങ്ങരുത്. അതുപോലെ തന്നെ മത്സ്യബന്ധന തൊഴിലാളികളോടൊന്നും പുറത്തു പോകരുത്, കടലിൽ പോകരുത് എന്ന നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. പുതുച്ചേരി, കടലൂർ, മഹാബലിപുരം, കാരിക്കൽ എന്നീ മേഖലകളിലാണ് ഈ കനത്ത മഴ തുടരുന്നത്. ഇപ്പോൾ തീവ്ര ന്യൂനമർദ്ദമായി മാറി ഈ ചുഴലിക്കാറ്റ് തെക്കു പടിഞ്ഞാറൻ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന വിവരമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പങ്കുവെക്കുന്നത്. അതായത് പരക്കെ സൗത്ത് ഇന്ത്യയിൽ ആകെ മഴ പെയ്യുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആന്ധ്ര തീരം കേന്ദ്രീകരിച്ച് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആന്ധ്രയിൽ വൈകാതെ നല്ല കനത്ത മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. അവിടെ തിരുപ്പതി, പ്രകാശം, നെല്ലൂർ തുടങ്ങിയ ജില്ലകളിലായിരിക്കും കനത്ത മഴ ലഭിക്കുക എന്ന് ഇന്നലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നു. ചെന്നൈയിലെ കാര്യം പറയുകയാണെങ്കിൽ ചെന്നൈയിൽ പൊതുവെ ശാന്തമായി തുടങ്ങിയിട്ടുണ്ട്. മഴയുടെ തോത് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. വെള്ളക്കെട്ടും ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി അടച്ചിട്ട വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്തു. വിമാന സർവീസുകൾ കൃത്യമായി നടക്കുന്നില്ല, പക്ഷേ വിമാനത്താവളം ഓപ്പറേഷണൽ ആയിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ചില വിമാനങ്ങളൊക്കെ റദ്ദാക്കുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. യാത്രക്കാർ വിമാനത്താവളത്തിൽ